+1 സ്റ്റുഡൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രോബ്ലംസാണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം എല്ലാ വർഷവും നമ്മൾ കണ്ടുവരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം നോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം അത് ഫൈനൽ അക്കൗണ്ട്സിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സിൽ നിന്ന് ഉറപ്പായിട്ടും 8 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യനാണ്, അത് വന്നിരിക്കും, അത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അതിൻ്റെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കാം. ദ ഫോളോയിങ് ഈസ് ദ ട്രയൽ ബാലൻസ് ഓഫ് കിരൺ, എ ട്രേഡർ, ആസ് ഓൺ 31 ഡിസംബർ 2016. അപ്പം കിരൺ എന്ന് പറയുന്ന ഒരു ട്രേഡറിൻ്റെ ട്രയൽ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. നോക്കാം. ക്യാപിറ്റൽ 80,000, ഓപ്പണിംഗ് സ്റ്റോക്ക് 12,500, സാലറീസ് 3,000, ക്യാരേജ് 2,500, കമ്മീഷൻ 4,000, പർച്ചേസസ് 30,000, ബാർഡപ്സ് 1,000, റിട്ടേൺ ഔട്ട്വേർഡ്സ് 2,000, സെയിൽസ് 41,000, സൺഡ്രി ഡെറ്റേഴ്സ് 24,000, ജനറൽ എക്സ്പെൻസസ് 2,000, ക്യാഷ് ഇൻ ഹാൻഡ് 6,500, സൺഡ്രി ക്രെഡിറ്റേഴ്സ് 8,000, ഡിപ്രീസിയേഷൻ 1,500, മെഷീനറി 52,000, total 1,35,000. Additional informations: closing stock was valued at rupees 10,000, carriage outstanding rupees 500, commission received in advance rupees 700, provide 5% of debtors for bad debts, prepare trading and profit and loss account for the year ended 31st December 2016 and a balance sheet as on that date. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസ്കഷനിലേക്ക് പോകാം. നോക്കുക. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഓരോ അക്കൗണ്ടിലും വരുന്ന ഐറ്റംസിനെ നമുക്ക് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ആണെങ്കിൽ അത് ആദ്യം നമുക്ക് നോട്ട് ചെയ്യാം. ഡെബിറ്റ് സൈഡിലാണെങ്കിൽ അതിനെ TD എന്നും, ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം ആണെങ്കിൽ അതിനെ TC എന്നും പറഞ്ഞുകൊണ്ട് നോട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഒരു എളുപ്പമാർഗ്ഗത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു തരികയാണ്. അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റം ആണെങ്കിൽ അതിനെ PD എന്നും, ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം ആണെങ്കിൽ അതിനെ PC എന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും വളരെ എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുന്ന ഐറ്റം റിലേറ്റ് ചെയ്യുന്ന പർട്ടിക്കുലർ ഐറ്റം നമുക്ക് ട്രയൽ ബാലൻസിലുണ്ടെങ്കിൽ അതിനെ ഒരു സ്റ്റാർ ഇട്ടൊന്ന് നോട്ട് ചെയ്യുക. എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ഐറ്റം നമ്മൾ എഴുതുമ്പോഴത്തേക്കും ഇതിന് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന് നമുക്കൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് സ്റ്റാർ ഇട്ടൊന്ന് നോട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് അത് തന്നെ ആദ്യം കിടക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ രണ്ടിടത്താണ് വരുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലുമാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത്. അപ്പോൾ അത് അങ്ങനെ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്താൽ. അടുത്ത് വരുന്ന ക്യാരേജ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ ക്യാരേജ് നമുക്ക് തന്നിട്ടുണ്ട്, 4ാമത്തെ ഐറ്റമായിട്ട് ട്രയൽ ബാലൻസ് കിടപ്പുണ്ട്. അപ്പോൾ അതിനൊന്ന് സ്റ്റാർ ഇട്ടൊന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ക്യാരേജ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അല്ലേ, എന്താണ്, കൊടുക്കാനുള്ളതാണ്, ക്യാരേജ് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ക്യാരേജിൻ്റെ കൂടെ ഈ ക്യാരേജ് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്ത് കാണിക്കുകയും ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ കാണിക്കുകയുമാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാറുള്ളത്. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും ക്യാരേജ് ഔട്ട്സ്റ്റാൻഡിങ്ങിന് വരുന്നത്, അത് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അടുത്തത് കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്, rupees 700. അപ്പോൾ കമ്മീഷൻ നമുക്ക് ക്യാരേജിൻ്റെ തൊട്ട് താഴെ തന്നെ തന്നിട്ടുണ്ട്. കമ്മീഷൻ എത്രയാണ്, 4,000. അത് ഇൻകമാണ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതിൽ നിന്നും ഈ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലെസ് ചെയ്ത് കാണിക്കുകയും ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ ഒരു സെപ്പറേറ്റ് ഐറ്റമായിട്ട് കാണിക്കുകയും ചെയ്യണം. അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ്, അതൊന്ന് നോട്ട് ചെയ്യാം. അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് 5% ഓഫ് ഡെറ്റേഴ്സ് ഫോർ ബാഡപ്സ്. അത് ന്യൂ ബാഡപ്സ് ആണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഇത് ട്രയൽ ബാലൻസിൽ വേറെ ബാഡപ്സ് ഉണ്ട്. ഓൾഡ് ബാഡപ്സ് 1,000 rupees ഡെബിറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. ആ ഡെബിറ്റ് സൈഡിൽ തന്നിരിക്കുന്നതിൻ്റെ കൂടെ ഈ 5% നമ്മൾ ഡെറ്റേഴ്സിൽ നിന്നും കണ്ടെത്തിയിട്ട് ഇത് ആഡ് ചെയ്ത് കാണിക്കുകയും ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഡെറ്റേഴ്സ് നിന്നും കുറയ്ക്കുകയും ചെയ്താൽ. ഇതാണ് നമ്മുടെ പ്രോബ്ലം. നമുക്കപ്പോൾ അതിലേക്കൊന്ന് കിടക്കാം. ഓക്കെ, നമുക്ക് ആ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2016 അതാണ് മെയിൻ ഹെഡിങ് ആയിട്ട് കൊടുക്കേണ്ടത്. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, നമുക്ക് ആദ്യം ട്രേഡിംഗ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് നോക്കാം. അത് തന്നിട്ടുണ്ട്. ആദ്യം വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിരിക്കുന്നത്
12,500 റുപ്പീസാണ്. 12,500. അടുത്തത് പർച്ചേസസ്. പർച്ചേസസിൽ നിന്നും റിട്ടേൺസ് കുറയ്ക്കണം. അതുകൊണ്ട് നമ്മൾ പർച്ചേസ് നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതും. 30,000 ലെസ് റിട്ടേൺസ്. റിട്ടേൺസ് 2,000 റുപ്പീസാണ്. അണ്ടർലൈൻ ചെയ്യുക. 28,000 ഔട്ടറിൽ എഴുതുക. അടുത്തത് ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വരുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസിലുള്ളത് നമുക്ക് ക്യാരേജ് ആണ്. അപ്പോൾ ക്യാരേജിന് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ സ്റ്റാറിട്ട് നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് ക്യാരേജ് 2,500 റുപ്പീസാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഔട്ട്സ്റ്റാൻഡിങ് ക്യാരേജ് ഔട്ട്സ്റ്റാൻഡിങ് പറഞ്ഞിരിക്കുന്നത് 500 രൂപയാണ്. അപ്പോൾ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ₹500. 3,000 റുപ്പീസ് ഔട്ടർ കോളത്തിൽ എഴുതാം. ഇനി ഡയറക്റ്റ് എക്സ്പെൻസസ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് സൈഡിലേക്ക് പോകാം. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് ആണ്. സെയിൽസ് 41,000 ആണ് പറയുന്നത്. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് 10,000 റുപ്പീസാണ്. അത് അവിടെ നോട്ട് ചെയ്യാം. ഇത്ര ഐറ്റംസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ നമുക്കിനി അതിനെ ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ബാലൻസ് ചെയ്യുമ്പോഴത്തേക്കും 41 പ്ലസ് 10,000 51,000 വരും. അപ്പോഴത്തേക്കും ക്രെഡിറ്റ് സൈഡ് തന്നെയാണ് കൂടുതൽ. 51,000 എഴുതാം. നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 51,000 നിന്നും കുറയ്ക്കാം. ടോട്ടൽ വരുമ്പോഴത്തേക്കും 43,500 റുപ്പീസ് വരും. 43,500 റുപ്പീസ് 51,000 നിന്നും കുറയ്ക്കുക. അപ്പോൾ 7,500 വരും. 7,500 റുപ്പീസാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഔട്ട്. ഇനി ഈ ഗ്രോസ് പ്രോഫിറ്റിനെ നമുക്ക് ബ്രോ ഡൗൺ ചെയ്യാം. ഗ്രോസ് പ്രോഫിറ്റ് ബി ഡി. ഗ്രോസ് പ്രോഫിറ്റ് ബി ഡി 7,500. ഇനി അവിടെ വരുന്നത് ഡെബിറ്റ് സൈഡിൽ നമുക്ക് സാലറീസ് ഉണ്ട് 3,000. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. പിന്നെ വരുന്നത് ജനറൽ എക്സ്പെൻസ് ആണ്. ജനറൽ എക്സ്പെൻസസ് 2,000. അടുത്ത ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നു 1,500. ബാഡപ്സ് ആണ്. ഓൾഡ് ബാഡപ്സ് ഉണ്ടായിരുന്നു. ഓൾഡ് ബാഡപ്സ് 1000 ആണ്. അതിൻ്റെ കൂടെ ആഡ് ന്യൂ ബാഡപ്സ് അല്ലെങ്കിൽ ന്യൂ പ്രൊവിഷൻ. ആഡ് ന്യൂ പ്രൊവിഷൻ പറഞ്ഞിരിക്കുന്നത് 5% ഓൺ ഡെറ്റേഴ്സ് ആണ്. അപ്പോൾ ഡെറ്റേഴ്സിൻ്റെ 5% ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡെറ്റേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കാം. നമുക്ക് സൺഡ്രി ഡെറ്റേഴ്സ് 24,000 ആണ്. 24,000ൻ്റെ 5% വരുമ്പോഴത്തേക്കും 1,200 വരുമേ. ഇത് കൂട്ടിയിട്ട് 2,200 ഔട്ടർ കോളത്തിൽ എഴുതാം. ഇനി ക്രെഡിറ്റ് സൈഡിലാണ്. ക്രെഡിറ്റ് സൈഡിൽ ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ കമ്മീഷൻ ക്രെഡിറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്.
കമ്മീഷൻ എഴുതുക. കമ്മീഷൻ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കമ്മീഷൻ 4000 ആണ്. ഒന്നും റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലെസ് ചെയ്യുക. $700 ലെസ് ചെയ്യുമ്പോഴത്തേക്കും 3300. ഇതിനെ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോഴത്തേക്കും 10,800 വരും. അതിൽ നിന്നും ഇവിടെ തന്നിരിക്കുന്ന 5,000, 6,500, 8,700 റുപ്പീസ് നമുക്ക് ലെസ് ചെയ്യാം. അപ്പം 2,100 റുപ്പീസ് ബാലൻസ് വരും. അതാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതാം. ബ്രാക്കറ്റിൽ ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇതാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് 7,500 കിട്ടി, നെറ്റ് പ്രോഫിറ്റ് 2,100 കിട്ടി. നമുക്കിനി അടുത്ത ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് എഴുതി തുടങ്ങാം. ഇവിടെ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഐറ്റം വരുന്നത് പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് വരുമ്പോഴത്തേക്കും 8,000 റുപ്പീസാണ്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ്സിലെ 2 ലൈബിലിറ്റീസ് കിടപ്പുണ്ട്. ക്യാരേജ് ഔട്ട്സ്റ്റാൻഡിങ് 500 ആണ്. പിന്നെ വരുന്നത് കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അത് 700 ആണ്. അടുത്തത് ക്യാപിറ്റൽ 80,000. ഡ്രോയിങ്സ് ഒന്നുമില്ല കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമുക്ക് അതൊന്നുമില്ല. പിന്നെ വരുന്ന നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് 2,100 ആണ്. അപ്പം 82,100. ഇനി അസറ്റ് സൈഡിലേക്കോ. അസറ്റ് സൈഡിൽ വരുന്നത് സൺട്രി ഡെറ്റേഴ്സ്. സൺട്രി ഡെറ്റേഴ്സ് 24,000 ആണ്. അതിൽ നിന്നും നമുക്ക് പ്രൊവിഷൻ ലെസ് ചെയ്യണം. പ്രൊവിഷൻ 1,200 കുറയ്ക്കുമ്പോഴത്തേക്കും 22,800 വരും. പിന്നെ വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് 10,000. ഇനി മെഷീനറി ആണ്. മെഷീനറി വന്നിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 52,000. ഇത്രയും നമുക്കൊന്ന് കൂട്ടി നോക്കാം. 52, 62,000, 62, 82, 84,800 വരും. അപ്പോൾ അതിന് അസറ്റ് സൈഡിൽ ഫസ്റ്റ് ഐറ്റം ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് 6,500 തന്നിട്ടുണ്ട്. അടുത്ത സൺട്രി ഡെറ്റേഴ്സ് 24,000 ആണ്. അതിൽ നിന്നും ന്യൂ പ്രൊവിഷൻ ലെസ് ചെയ്യുക. ന്യൂ പ്രൊവിഷൻ 1,200 ലെസ് ചെയ്യുക. അപ്പോൾ 22,800 വരും. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് 10,000. മെഷീനറി
മെഷീനറി വരുമ്പോഴത്തേക്കും 52,000 ആണ്. ഇത്രയും സാധനം, ഇത്ര ഐറ്റംസ് ആണ് അസറ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. 6,500 പ്ലസ് 20,800 10,000 52,000 91,300 വരും. ഇവിടെയും അത് തന്നെ 91,300. അപ്പോൾ ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മളെടുത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ചോദിക്കും എന്ന് ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യനാണ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഇവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് നോക്കുക. അപ്പം ഉറപ്പായിട്ടും 8 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും.